ഇന്ന് ഉണ്ടായിട്ടുള്ള കോടതിയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം, കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ മാസങ്ങൾക്ക് മുൻപ് ഗവർണറും സംസ്ഥാനവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ വളരെ ശക്തമായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ദിവസവും അത് വാർത്തകളിൽ നിറയുന്ന സമയമുണ്ടായിരുന്നു. ബില്ലുകൾ പാസാക്കിയാൽ അതിനു മുകളിൽ ഗവർണർമാർ അടയിരിക്കുന്നു എന്ന ഒരു സാഹചര്യം, അതിനെതിരെ നിയമ നടപടികൾക്ക് കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നീങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ സുപ്രീം കോടതി നേരത്തെ സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച് എടുത്ത തീരുമാനങ്ങൾ, അതിൽ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രപതി നൽകിയ റഫറൻസിന് സുപ്രീം കോടതി ഇന്ന് തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ്. വിശാല ബെഞ്ച് തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഈ നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ സമയപരിധി നിശ്ചയിക്കാൻ പറ്റുമോ കോടതികൾക്ക് എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത്തരമൊരു സമയപരിധി നിശ്ചയിക്കാൻ കോടതികൾക്ക് അവകാശമില്ല, കോടതികൾക്ക് സാധിക്കില്ല എന്ന കാര്യം ഇന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അത് ഗവർണർമാരുടെ, രാഷ്ട്രപതിയുടെ ഒക്കെ വിവേചനാധികാരമാണ്. അതിലൊരു സമയപരിധി നിശ്ചയിക്കുക എന്നത് കോടതികൾക്ക് സാധ്യമല്ല എന്ന് വിശാല ബെഞ്ച് ഈ റഫറൻസിന് മറുപടി നൽകിയിരിക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. പക്ഷേ ഇത് അനിശ്ചിതമായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന കാര്യം കൂടി കോടതി വളരെ വ്യക്തമായി പറയുന്നു. അതായത് ഈ ബില്ലുകൾക്ക് മേൽ അടയിരിക്കാനുള്ള അവകാശം ഗവർണർമാർക്കില്ല, രാഷ്ട്രപതിക്കില്ല. അത് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കേണ്ടുന്ന കർത്തവ്യമാണ് എന്നത് കൂടി കോടതി ഉറപ്പിക്കുകയാണ്. അത് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോവുക എന്നത് സാധ്യമല്ല. അങ്ങനെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ കോടതി ഇടപെടലുകൾ സാധ്യമാകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കോടതികൾക്ക് ഇടപെടാൻ കഴിയും എന്നുകൂടി ഇന്ന് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ റഫറൻസിന് മറുപടി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വളരെ നിർണായകമായിരുന്നു ഈ തീരുമാനം എന്നത് നമുക്കറിയാം. കേരളവും തമിഴ്നാടും പഞ്ചാബും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നതാണ്. തമിഴ്നാടിന്റെ ഹർജിയിൽ കേരളം കക്ഷി ചേർന്നിരുന്നതാണ്. അവിടെയാണ് ഇന്ന് വിശാല ബെഞ്ച് ഇതിൽ ഒരു വ്യക്തത നൽകുന്നത്. പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച 2 അംഗ ബെഞ്ചിന്റെ തീരുമാനം തള്ളിക്കൊണ്ടാണ് ഭരണഘടനാ ബെഞ്ച് റഫറൻസിന് ഈ മറുപടികൾ നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതിക്കും ഗവർണർക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു. രാഷ്ട്രപതിയുടെ 14 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ 14 ചോദ്യങ്ങൾ അടങ്ങിയ റഫറൻസിനാണ് സുപ്രീം കോടതി മറുപടി നൽകിയത്. ചീഫ് ജസ്റ്റിസ് BR ഗവായ് ഉൾപ്പെട്ട 5 അംഗ ബെഞ്ചാണ് വിഷയത്തിൽ വിശദമായ വാദം കേട്ട ശേഷം മറുപടി നൽകിയത്. എങ്ങനെയാണ് ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തിയത് എന്നത് പരിശോധിച്ചാൽ, നിയമസഭ പാസാക്കിയ 10 ബില്ലുകൾ ഗവർണർ അകാരണമായി തടഞ്ഞുവെച്ചത് ചോദ്യം ചെയ്ത് തമിഴ്നാടാണ് ആദ്യം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച 2 അംഗ ബെഞ്ച് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി വെച്ചു. മാത്രമല്ല, തമിഴ്നാട് ഗവർണർ പിടിച്ചുവെച്ച 10 ബില്ലുകൾക്കും അനുമതി നൽകിയതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് കേന്ദ്ര സർക്കാർ രാഷ്ട്രപതി മുഖേന സുപ്രീം കോടതിക്ക് റഫറൻസ് അയക്കുന്നത്. കേരളവും ബംഗാളും പഞ്ചാബും തമിഴ്നാടിനൊപ്പം കക്ഷി ചേർന്നു. മഹാരാഷ്ട്രയും ഛത്തീസ്ഗഡും കേന്ദ്രത്തോടൊപ്പം കക്ഷി ചേരുന്ന ഒരു സാഹചര്യവും പിന്നീടുണ്ടായി. ചീഫ് ജസ്റ്റിസ് BS ഗവായ് അധ്യക്ഷനായ 5 അംഗ ഭരണഘടനാ ബെഞ്ച് 10 ദിവസം വാദം കേട്ടാണ് ഇപ്പോൾ വിശദമായ മറുപടി ഇതിന് നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് സമയപരിധി വയ്ക്കാൻ കോടതിക്ക് കഴിയുമോ എന്നതുൾപ്പെടെ 14 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഭരണഘടനയുടെ 143(1) പ്രകാരമുള്ള റഫറൻസിൽ രാഷ്ട്രപതി ഈ 14 ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട കോടതി നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ്. ബില്ല് വന്നാൽ ഗവർണർ അത് അനിയന്ത്രിതമായി പിടിച്ചുവെക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്കെതിരാണെന്ന് കോടതി നിരീക്ഷിക്കുന്നു. ബില്ലുകളിൽ ഭരണഘടനാപരമായ തീരുമാനം ഗവർണർ എടുക്കണം. ബില്ലുകളിൽ തീരുമാനമെടുക്കുമ്പോൾ ഗവർണർക്ക് വിവേചനാധികാരം ഉപയോഗിക്കാം. ബിൽ പിടിച്ചുവെക്കുകയല്ല, നിയമസഭയുമായുള്ള ആശയവിനിമയത്തിലൂടെയും ചർച്ചയിലൂടെയും പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടതെന്ന് കോടതി പറയുന്നു. ഗവർണർക്ക് മുന്നിൽ 3 വഴികളുണ്ട്. അതായത് ഭരണഘടനയിൽ തന്നെ പറയുന്ന പോലെയുള്ള 3 വഴികൾ. അത് 1 ഒപ്പുവെക്കുക, 2 രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുക, ഒപ്പിടാതെ മാറ്റിവെച്ച് പിന്നീട് നിയമസഭയ്ക്ക് തിരിച്ചയക്കുക എന്നതാണ് വഴികൾ. അല്ലാതെ അനിശ്ചിത കാലത്തേക്ക് പിടിച്ചുവെക്കാനാകില്ല എന്നതുകൂടി കോടതി വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാന സംശയം അനിശ്ചിതകാലത്തേക്ക് ഈ ബില്ലുകൾ വെക്കാൻ കഴിയുമോ എന്നതായിരുന്നു. അത് പറ്റില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ 2 ചോദ്യവും 2 ഉത്തരങ്ങളുമാണ് ഏറ്റവും പ്രധാനം. അനുച്ഛേദം 200 അനുസരിച്ച്
ഗവർണർ എടുക്കുന്ന തീരുമാനങ്ങൾ കോടതികളിൽ ചോദ്യം ചെയ്യാൻ കഴിയുമോ എന്നതായിരുന്നു അതിലെ പ്രധാനപ്പെട്ട ഒരു റഫറൻസിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അനുച്ഛേദം 200 അനുസരിച്ചുള്ള ഗവർണറുടെ നടപടികൾ കോടതികളിൽ ചോദ്യം ചെയ്യാനാകില്ല എന്നതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അത്തരം തീരുമാനങ്ങളുടെ വസ്തുതകളിലേക്കും കാരണങ്ങളിലേക്കും കടക്കാനും കോടതികൾക്ക് അനുവാദമില്ല. എന്നാൽ പരിഗണനയ്ക്ക് വരുന്ന ബില്ലുകൾ പ്രകടമായ രീതിയിൽ നീട്ടിക്കൊണ്ടുപോവുകയോ അകാരണമായി വെച്ച് താമസിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ന്യായമായ ഒരു സമയപരിധിക്കുള്ളിൽ ഭരണഘടനാപരമായ ചുമതല നിറവേറ്റാൻ ഗവർണറോട് നിർദ്ദേശിക്കാൻ കോടതിക്ക് കഴിയും. അത്തരം നിർദ്ദേശങ്ങൾ നൽകുമ്പോഴും ഗവർണറുടെ നിലപാടിന്റെ മെറിറ്റിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ പാടില്ല എന്നതാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനിശ്ചിതമായി ഇത് നീണ്ടുപോയാൽ കോടതിക്ക് അതിൽ ഇടപെട്ട് തീരുമാനമെടുക്കാൻ ഗവർണറോട് ആവശ്യപ്പെടാം. അപ്പോഴും ഒരു സമയപരിധി നിശ്ചയിച്ചുകൊണ്ടല്ല, ഇത് നീണ്ടുപോകുന്ന സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ ആവശ്യപ്പെടാം എന്നതാണ് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം. ഏറ്റവും വലിയ ആശങ്ക എന്നതും ഇത് തന്നെയായിരുന്നു. ഇത് അനിശ്ചിതമായി നീട്ടിവെക്കാൻ കഴിയുമോ എന്നത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നേരിട്ട ഭരണപരമായ വലിയ വെല്ലുവിളിയും ആ സാഹചര്യം തന്നെയായിരുന്നു. അനിശ്ചിതമായി ബില്ലുകൾ നീട്ടിക്കൊണ്ടുപോകുന്ന പ്രവണത, അതിനെതിരെയാണ് നിയമ നടപടികൾ സംസ്ഥാനം ആരംഭിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, രാഷ്ട്രപതി അനുച്ഛേദം 201 അനുസരിച്ചുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് ഭരണഘടന സമയപരിധി വെച്ചിട്ടില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ കോടതി ഉത്തരവിലൂടെ അനുച്ഛേദം 201 പ്രകാരമുള്ള ചുമതലകൾ നിറവേറ്റാൻ സമയപരിധി നിശ്ചയിക്കാനാകുമോ എന്നതായിരുന്നു. അതിന് സുപ്രീം കോടതി നൽകുന്ന മറുപടി ഇപ്രകാരമാണ്: ഭരണഘടന സമയപരിധി നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ കോടതികൾ നേരിട്ട് സമയപരിധി വെക്കുന്നതും അനുച്ഛേദം 200 നടപ്പാക്കാൻ അത്തരം ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതും ഉചിതമല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഉത്തരവിലൂടെ സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് അത് ആവശ്യപ്പെടാൻ, അങ്ങനെ ഉത്തരവിടാൻ കോടതിക്ക് കഴിയില്ല എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ടാണ് രണ്ടംഗ ബെഞ്ചിന്റെ വിധി അസാധുവായി പോകുന്നതും റദ്ദാകുന്നതും. അവർ സമയപരിധി നിശ്ചയിച്ചുകൊണ്ടാണ് അത്തരം ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തിയിരുന്നത് എന്നതാണ് സാഹചര്യം. അപ്പോൾ ആ വലിയ ഒരു പ്രശ്നത്തിനാണ് ഇന്ന് സുപ്രീം കോടതി ഒരു തീർപ്പുണ്ടാക്കിയിരിക്കുന്നത്, 5 അംഗ ബെഞ്ച് തീർപ്പുണ്ടാക്കിയിരിക്കുന്നത്. ഈ സുപ്രീം കോടതിയിലെ ഇന്നത്തെ നടപടികൾ കേരളത്തിന് അനുകൂലമാണ് എന്നതാണ് നിയമമന്ത്രി പി രാജീവ് ചൂണ്ടിക്കാട്ടിയത്. ബില്ലുകൾ ഒപ്പിടാനുള്ള സമയപരിധിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി റഫറൻസിലുള്ള സുപ്രീം കോടതി വിധി ഒറ്റ നോട്ടത്തിൽ കേരളം ആവശ്യപ്പെട്ടതിൽ അനുകൂല വിധി എന്ന നിലയിലാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞുവെക്കുന്നത് ജനാധിപത്യത്തിനെതിരാണെന്നും സമയബന്ധിതമായ ബില്ലുകൾ തീർപ്പാക്കാത്തത് ഭരണഘടനയ്ക്ക് എതിരാണെന്നും കേരളം പറഞ്ഞു. അത് സുപ്രീം കോടതി ശരിവെച്ചിരിക്കുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് കേരളത്തിന് അനുകൂലം എന്നതാണ് മന്ത്രി പി രാജീവ് വ്യക്തമാക്കുന്നത്. ഇതിൽ കോടതിയുടെ മറ്റൊരു നിരീക്ഷണം കൂടി വളരെ പ്രസക്തമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരിക്കേണ്ടതെന്നും സംസ്ഥാനത്ത് 2 എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഉണ്ടാകരുതെന്നും കോടതി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഭരണചക്രം മുന്നോട്ട് നയിക്കേണ്ടത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് എന്നത് കോടതി അടിവരയിടുകയാണ്. അവിടെ 2 അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകരുതെന്ന് കോടതി അടിവരയിടുന്നു. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. തീരുമാനങ്ങൾ എടുക്കേണ്ടത്, നടപ്പാക്കേണ്ടതൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളാണ്. അതിൽ 2 ഭരണ കേന്ദ്രങ്ങൾ ഉണ്ടാകാൻ ഒരിക്കലും പാടില്ല എന്നത്. ഒപ്പം തന്നെ എന്തൊക്കെയാണ് ഗവർണർക്ക് അല്ലെങ്കിൽ രാഷ്ട്രപതി ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ എന്നത് കോടതി അടിവരയിടുന്നുണ്ട്. ആ 3 കാര്യങ്ങൾ: 1, ഒപ്പിടുക, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കുക, അല്ലെങ്കിൽ ഇത് തിരിച്ച് സർക്കാരിന് അയക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. ഒപ്പം തന്നെ അനിയന്ത്രിതമായി ഇത് നീട്ടിക്കൊണ്ട് പോകരുത് എന്ന് പറയുമ്പോൾ ഇത് ഭരണ സംവിധാനം മുന്നോട്ട് നയിക്കാൻ സർക്കാരിനൊപ്പം നിന്ന് പ്രവർത്തിക്കുകയാണ് ഗവർണറുടെ ഉത്തരവാദിത്വം എന്നത് കോടതി അടിവരയിടുകയാണ്. ഭരണഘടന സമയക്രമം നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ അത്തരമൊരു സമയക്രമം നിശ്ചയിച്ച് നൽകാൻ ഞങ്ങൾക്കാവില്ല എന്ന നിസ്സഹായ അവസ്ഥ പറയുകയാണ്. അപ്പോൾ ചെയ്യേണ്ടത് ഭരണത്തിന് അനുകൂലമായ വിധത്തിൽ, അവിടെ അനിശ്ചിതത്വം ഉണ്ടാകാത്ത രീതിയിൽ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗവർണർമാർ അവരുടെ ഉത്തരവാദിത്വത്തിനൊത്ത് ഉയർന്ന് പ്രവർത്തിക്കണം എന്ന് പറയാതെ പറയുകയാണ് കോടതി ഇവിടെ ചെയ്തിട്ടുള്ളത്. ആ സമയക്രമം അനിശ്ചിതമായി നീട്ടാൻ പാടില്ല എന്ന് പറയുമ്പോൾ വിവേചനാധികാരം ഒരു തരത്തിലും സർക്കാരുകളെ ബുദ്ധിമുട്ടിക്കരുതാകരുത് എന്ന് പറയുന്നതിൽ എല്ലാമുണ്ട്. പക്ഷേ അത് പാലിക്കാത്തവർക്ക് വേണമെങ്കിൽ ഇനിയും അനിശ്ചിതമാക്കി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയും എന്ന ഒരു സാഹചര്യം വീണ്ടും നിലനിൽക്കുന്നു എന്നതാണ് ഇതിന്റെ മറ്റൊരു ഭാഗം, അല്ലെങ്കിൽ ഇതിന്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത്. അത് നേരത്തെയും ഭരണഘടനയിലെ ആ ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ടാണ്, കൃത്യമായ സമയക്രമം ഇല്ല എന്ന ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ടാണ് മുൻ ഗവർണർ, നമ്മുടെ കേരളത്തിലേത് ഉൾപ്പെടെയുള്ള മുൻ ഗവർണർ
അത്തരം നീക്കങ്ങൾ നടത്തിയിരുന്നത്. അതിനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒരുപക്ഷെ ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പോഴും കോടതിയെ സമീപിച്ചാൽ കോടതിക്ക് അനിശ്ചിതമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഇടപെടൽ സാധ്യമാക്കും എന്നുകൂടി പറയുകയാണ്. അപ്പോൾ ഇതാണ് കേരളം, ഒപ്പം തമിഴ്നാട്, ബംഗാൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ വിഷയത്തിൽ സുപ്രീം കോടതി ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തീർപ്പ്. നമുക്ക് മറ്റ് ഫോക്കസ് വാർത്തകളിലേക്ക് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.